ഹലോ, വെൽക്കം ടു റജീസ് ഓൺ ടേസ്റ്റ്. ഇന്ന് ഞാൻ ഗോവയിലെ പ്രസിദ്ധമായ സ്വീറ്റ്സായ ബിബിൻകായുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 8 കോഴിമുട്ടയാണ് എടുത്തത്. അതിൽ 8 മുട്ടയുടെയും മഞ്ഞ മാത്രം മതി. നമുക്ക് ആദ്യം തന്നെ 2 ബൗളെടുത്ത് മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വെക്കണം. ഇതിൽ മഞ്ഞ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഞാനിവിടെ 8 മുട്ട എടുത്തതേ ഉള്ളൂ. 8 10 വരെ എടുക്കാം. ഈ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 10 മുട്ട വരെ എടുക്കാം. പിന്നെ ഇത് ഒരു ഗോവയിലെ ഒരു സ്വീറ്റ്സാണ്. ബെബിൻക എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വളരെ ഫേമസ് ആയ ഒരു സ്വീറ്റ്സാണ് ഗോവയിൽ. വളരെ ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണ്. നമുക്ക് ഒരു ഡെസേർട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഇങ്ങനെ 8 മുട്ടയുടെയും മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വെച്ച് ഇനി നമുക്ക് അതിന് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ അതിനുവേണ്ടി 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1.5 കപ്പ് മൈദക്കാണ് ഞാൻ 8 മുട്ട എടുത്തത്. 10 മുട്ട വരെ എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇവിടെ ഞാൻ ഒരു തേങ്ങയുടെ പാലെടുത്ത് മുഴുവൻ ഒന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. 1-ാം പാല് 2-ാം പാലെന്നൊന്നുമില്ല. 4 കപ്പ് തേങ്ങാപ്പാലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അത്രയും ലൂസ് ഇതിന് ആവശ്യമുണ്ട്. 1.5 കപ്പ് മൈദക്ക് 4 കപ്പ് തേങ്ങാപ്പാൽ. അത് ഇങ്ങനെ കുറേശ്ശിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ ഒരു ബാറ്ററാക്കി എടുക്കണം. ഇനി അതിനിടയിൽ നമുക്ക് നേരത്തെ എടുത്തു വെച്ച മുട്ടയുടെ മഞ്ഞ നല്ലോണം മിക്സ് ചെയ്ത് ഇതിൽ ആഡ് ചെയ്ത് മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കൂട്ടി യോജിപ്പിച്ചാൽ മതി. എല്ലാം കൂടി നല്ലോണം യോജിപ്പിക്കുക. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു വിസ്കോ കയ്യിലോ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. തീരെ കെട്ടാതെ ഇളക്കി എടുക്കണം. പിന്നെ ഇതിൽ മധുരത്തിന് വേണ്ടി ഞാൻ പഞ്ചസാരയാണ് എടുത്തത്. ഞാനിവിടെ 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. കപ്പ് അളവൊന്നുമില്ല. നമ്മൾ ഒരു ഗ്ലാസ്സിലെടുക്കുകയാണ്. എല്ലാ ചേരുവകളും ഗ്ലാസ് അളവിലെടുത്താൽ മതി. ഇതുകൊണ്ട് തന്നെ 1.5 ഗ്ലാസ് മൈദ എടുക്കുകയാണെങ്കിൽ 4 ഗ്ലാസ് തേങ്ങാപ്പാൽ, പിന്നെ 2 ഗ്ലാസ് പഞ്ചസാര. ഈ അളവിൽ അങ്ങനെ എടുത്താൽ മതി. ആ പഞ്ചസാര നല്ലോണം അലിയുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനിടയിൽ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കുക. ഏകദേശം കുറച്ച് ലൂസായ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. വലിയ തിക്കൊന്നും പാടില്ല. 4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴേക്കും നല്ല ഒരു ബാറ്ററായി കിട്ടും. ബാക്കി വരുന്ന തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജാതിക്ക പൊടിച്ചതാണ്. ജാതിപത്രിയല്ല, ജാതിക്കാണ്. ഇതിൻ്റെ ഫ്ലേവർ ജാതിക്ക പൊടിച്ചതിൻ്റെ ഫ്ലേവറാണ് ഇതിന് കിട്ടുക. ഈ സ്വീറ്റ്സിന് വേണ്ടത് ഈ ഫ്ലേവറാണ്. ഇനി അത് നല്ലോണം യോജിപ്പിച്ച് നമുക്ക് ഇനി അടുത്ത് എന്താണ് വേണ്ടതെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. അതിലേക്ക് ഒരു 4 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒന്നും ചെയ്യാതെ കുറച്ച് നേരം അങ്ങനെ അനക്കാതെ
വെറുതെ വെച്ച് സൈഡൊക്കെ ഒന്ന് കരിഞ്ഞ് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ കുറച്ച് നേരം തീ ഹൈ ഫ്ലെയിമിലിടണം. ഇങ്ങനെ അടി സൈഡ് ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞ് വരുമ്പോൾ ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞാൽ പിന്നെ കരിച്ച കഴിക്കുണ്ടാവുക. ഇത് ബ്രൗൺ കളറാകുമ്പോൾ എടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കളറാകുമ്പോൾ തീ ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് അത് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഇനി ഒരു ബൗളിലേക്ക് ഒഴിക്കണം. അതിനു മുമ്പ് 2 ബൗൾ നമ്മൾ റെഡിയാക്കി വെക്കണം. നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ 2 ബൗളിലും തുല്യ അളവിൽ ഒഴിച്ച് വെക്കാനുള്ളതാണ്. ഒന്ന് കാരമലൈസ് ചെയ്ത പഞ്ചസാരയുള്ള ബൗളിലും മറ്റൊന്ന് വേറെ ഒരു ബൗളിലാക്കി തുല്യ ഭാഗമാക്കി വെക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ 1 കപ്പ് എടുത്ത് ഇതിലും ഒഴിക്കുക, 1 കപ്പ് മറ്റേ ബൗളിലും ഒഴിക്കുക. അങ്ങനെ അത് തീരുന്നത് വരെ തുല്യമായിട്ട് 2 ബൗളിലാക്കി വെക്കണം. ഇത് ലെയറായിട്ട് ചെയ്യാനുള്ള ഒരു ഡിഷാണ്. പേസ്ട്രി പോലെയൊക്കെ ചെയ്യുന്നതാണ്. മിക്സ് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അടിയിൽ മൈദയും പഞ്ചസാരയൊക്കെ ഊറിക്കിടക്കുന്നുണ്ടാവും. അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. ഇനി അങ്ങനെ ഓരോ കപ്പ് വീതം ഓരോ ബൗളിലും ഒഴിക്കുക. അത് തീരുന്നത് വരെ ഒഴിക്കുക. എനിക്ക് 3 കപ്പ് ഒരു ബൗളിൽ 3 കപ്പ് ഒഴിക്കാണ്ടായിരുന്നു. 3 കപ്പ് കാരമലൈസ് ചെയ്ത പഞ്ചസാരയുള്ള കപ്പിലും മറ്റേത് വെറുതെയുള്ള കപ്പിലും പ്ലെയിൻ കപ്പിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ കാരമലൈസ് ബാറ്റർ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. അത് അടിയിൽ അപ്പോഴേക്കും കട്ടായി പോയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം മാത്രം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി ആ കാരമലൈസ് പഞ്ചസാര. ഞാൻ ഈ കട്ട എടുത്ത് വീണ്ടും മെൽറ്റ് ചെയ്യിപ്പിച്ച് ഇതിൽ ഒഴിച്ചതാണ്. പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കാരമലൈസ് ചെയ്ത പഞ്ചസാര ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ ഇങ്ങനെ കട്ട കെട്ടിപ്പോകും. ഇനി നമുക്ക് വേണ്ടത് ഒരു കേക്കിൻ്റെ ടിന്നാണ്. ഓവനിൽ ബേക്ക് ചെയ്യാൻ പറ്റിയ ഏത് ടിന്നായാലും കുഴപ്പമില്ല, ഗ്ലാസിൻ്റെതായാലും കുഴപ്പമില്ല, ബേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിന്ന്. അതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും നെയ്യ് വരുന്ന വിധം വേണം തേച്ച് കൊടുക്കാൻ. അടിയിലും സൈഡിലും ഒക്കെ വേണം. ഇനി അതിൽ നിന്ന് 1 കപ്പ് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള, ആദ്യം തന്നെ ഏതായാലും കുഴപ്പമില്ല, 1 കപ്പ് ബാറ്റർ എടുത്ത് ഒഴിക്കുക. ഞാനിവിടെ കാരമലൈസ് ചെയ്ത ബാറ്ററാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. അത് 1 കപ്പ് അതിലേക്ക് നല്ലോണം ഒന്ന് പരത്തി ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ അതിൽ കുറച്ച് കൂടുതൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് അടിയിൽ വരുന്ന ഭാഗമായതുകൊണ്ടാണ്. ഇനി നമുക്കിത് ആ ലെയർ ഓവനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 150 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് ഇപ്പോൾ ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കണം. അങ്ങനെ ഫസ്റ്റ് ലെയർ ഇവിടെ ബേക്കായിട്ടുണ്ട്. ഇനി അടുത്ത് അതിൻ്റെ മുകളിൽ നല്ലോണം നെയ്യ് തടവി കൊടുക്കണം. എങ്കിലാണ് നമുക്കിങ്ങനെ ലെയറായിട്ട് കിട്ടുള്ളൂ. ഇനി
ഇങ്ങനെ ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂണിലാക്കി ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ടൊന്ന് നിരത്തി കൊടുത്താലും മതി. സൈഡിലൊക്കെ നല്ലോണം നെയ്യ് തടവി കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതും ഒരു കപ്പ്, അതിന് മുകളിൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ നിരത്തി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതും താഴ്ത്തി വേണം ഒഴിച്ചു കൊടുക്കാൻ, മറ്റേത് ഇളകി ഇതിലേക്ക് ചേരരുത്. ഇനി അതും ഇതുപോലെ ബേക്ക് ചെയ്ത് എടുക്കുക. 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ ലെയറും അത് തീരുന്നത് വരെ ഇങ്ങനെ ഓരോ ലെയറും ഇങ്ങനെ ബേക്ക് ചെയ്ത് എടുക്കുക. എനിക്കിവിടെ 6 ലെയർ വരെ കിട്ടിയിട്ടുണ്ട്. ആ എടുത്ത അളവിനനുസരിച്ച് 6 ലെയർ ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുത്തത് 6 ലെയർ വരെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നെയ്യ് തടവി അടുത്തതും ഇങ്ങനെ ഓവനിൽ വെച്ച് അടുത്തത് കാരമലൈസ് ചെയ്ത ബാറ്റർ. ഇങ്ങനെ ഓരോന്നും ഇടവിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ബെബിൻക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി സെർവ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു അടിപൊളി ഡെസേർട്ടാണ്. പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണിത്. ഇതാ ഇങ്ങനെ ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഓവൺ ഇല്ലാത്തവർ ഈ സ്റ്റൗ ടോപ്പ് ചെയ്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ അതിൻ്റെ ലെയേഴ്സ്? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.